കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടത്തി. ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് അക്ഷര കുടുംബശ്രീ അംഗങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടത്തിയത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബാങ്കിൽ നിന്നും കുടുംബശ്രീ അംഗങ്ങൾ ഗ്രൂപ്പ് വായ്പ എടുത്തിരുന്നു. വായ്പയെടുത്തതിൽ ഒരംഗം പിന്നീട് മരിച്ചു. മരിച്ച അംഗത്തിന്റെ കുടുംബശ്രീ ജീവൻ ദീപം പോളിസി പ്രകാരം ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ളതിനാൽ ബാങ്കിൽ ഈ തുക കുറച്ചാണ് മറ്റംഗങ്ങൾ വായ്പയടച്ചത്. ഇതിനിടയിൽ ഇൻഷുറൻസ് തുക കുടുംബശ്രീ ഓഫീസിലേക്ക് ലഭിച്ചതായി പറയുന്നു. ഈ തുക കുടുംബശ്രീ ചെയർപേഴ്സൺ കുടുംബശ്രീ ഗ്രൂപ്പിന് നൽകിയില്ലെന്നാരോപിച്ചാണ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. അതുപോലെ അടുത്ത ഒരു 10,000 രൂപ ഒരു വർഷം 14 മാസം കൊണ്ട് അവരുടെ കൈ കിടക്കുന്നു. അത് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രശ്നം ഉണ്ടാക്കാനുള്ള ഞങ്ങൾ ജില്ലാ മിഷനെ വിളിച്ചിട്ട് അവിടെ നിന്ന് അറിഞ്ഞത് ഒരു വർഷം കഴിഞ്ഞു അത് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. CDS മെമ്പറിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് അപ്പോൾ അത് ഇതുവരെ തന്നില്ല. അപ്പം ഇപ്പം അത് ചെയർപേഴ്സന്റെ അക്കൗണ്ടിന്റെ അലസതയാണെന്ന് മനസ്സിലായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജേഷ് വരവിള, പ്രസന്ന ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. പ്രസിഡന്റ് ലളിതകുമാരി, സെക്രട്ടറി മഞ്ജുഷ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കുടുംബശ്രീ അംഗങ്ങൾ പ്രതിഷേധിച്ചത്. ജീവൻ ദീപം പോളിസി സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള രസീതാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് 3 പ്രാവശ്യം പുതുക്കാനായിട്ട് അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ആ പൈസ വാങ്ങിച്ചതിനുള്ള രസീത് നാളെ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ ഈ ചെയ്തിട്ടുള്ളതിനകത്തെല്ലാം വ്യക്തമായ എന്തോ തിരിമറികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ ഉദാഹരണമാണ്. ഈ പോളിസിയിലുണ്ടായ ഡിഫറൻസ്, ഈ മരണപ്പെട്ടവർ വേറൊരാളുടെ ആണെങ്കിൽ വേണ്ടില്ല, മരണപ്പെട്ട ഒരാളുടെ പൈസ ഇട്ട് ഇങ്ങനെ കയ്യാങ്കളി കളിക്കുന്നത് അതൊരിക്കലും നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല. 11-ാം തീയതി കൂടുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് വ്യക്തമായ തീരുമാനം എടുത്ത് നടപടികൾ. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി.